പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ അധ്യാപകൻ ഗുരുതര ആരോപണവുമായി രംഗത്ത്. 2014 മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് ശിവകുമാറിനെതിരെ 5 വിദ്യാർത്ഥിനികൾ പീഡന പരാതി നൽകിയത്. കേസിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. കോപ്പിയടി പിടികൂടിയതിന് CPIM ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തി തനിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകുകയായിരുന്നുവെന്നാണ് ആനന്ദ് ശിവകുമാറിന്റെ ആരോപണം. വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയതായിരുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് ശിവകുമാറിനെതിരെ ഉയർന്ന പീഡന പരാതി. 5 വിദ്യാർത്ഥിനികളായിരുന്നു അധ്യാപകനെതിരായ പരാതിയുമായി രംഗത്തെത്തിയത്. 2014 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 5 വരെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. സെപ്റ്റംബർ 5 നടന്ന 2ാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ചതിന് ആനന്ദ് പരാതിക്കാരിയെ പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പീഡന പരാതി എത്തിയത്. പിന്നീട് സർവകലാശാല അന്വേഷണ കമ്മീഷനോട് തങ്ങൾ CPIM ഓഫീസിൽ വെച്ചാണ് പരാതി തയ്യാറാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കോടതിയും ആനന്ദ് ശിവകുമാറിനെ കുറ്റവിമുക്തനാക്കിയത്. ഈ 2007 ഒരു കോപ്പിടി ഞാൻ പിടിച്ചായിരുന്നു. അന്ന് ഒരു SFIക്കാരനാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലം MLA രാജേന്ദ്രനാണ്. ഈ രാജേന്ദ്രന് മറ്റേ യൂണിയൻകാരന്മാരെല്ലാം കൂടി ചെന്ന് പറഞ്ഞ്, സാർ ഇയാളിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്കൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ട്രാൻസ്ഫർ ചെയ്തു മലപ്പുറത്തേക്ക്. അന്ന് പിന്നെ നമ്മുടെ MP-യുടെ ഒരു ഇടപെടലുകൊണ്ട് ഞാനത് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കോളേജിൽ നിൽക്കുന്നത്. അന്ന് തൊട്ട് തുടങ്ങി ഇവരുടെ ടെസ്റ്റിങ്. ഞാൻ MT യൂണിവേഴ്സിറ്റിയുടെ വിജിലൻസ് സ്ക്വാഡിൻ്റെ കൺവീനറായിരുന്നു, എക്സാം വിജിലൻസ് സ്ക്വാഡിൻ്റെ. 5 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് ഈ കോളേജുകളെക്കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് ന്യൂനതകളുണ്ടായത് എല്ലാം എൻ്റെ റിപ്പോർട്ടുകൾ യൂണിവേഴ്സിറ്റിനകത്തുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എന്നെ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ കരുതിക്കുട്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ സെക്സ്വൽ ഹറാസ്മെൻറ്റ് കേസ്. അപ്പോൾ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ്? CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടതാണ്. അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ്. അപ്പോൾ A to Z വരെ തീരുമാനിച്ചത് CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇവരുടെ അനുകൂല സംഘടനകളായ AKGCTയും SFIക്കാരന്മാരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു നാടകമാണിത്. തന്നെ കൊടുക്കാൻ അധ്യാപകരടക്കമുള്ള കോളേജ് അധികൃതരും ഗൂഢാലോചന നടത്തിയെന്നും ഗൂഢാലോചനയിൽ അന്നത്തെ മുൻ MLA S രാജേന്ദ്രനടക്കം പങ്കുണ്ടെന്നും ആനന്ദ് ശിവകുമാർ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.